ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദിമ ക്രൈസ്തവ സഭയുടെ ഈറ്റില്ലമായ തുർക്കിയുടെ മണ്ണിലൂടെയുള്ള ഷെക്കേന ന്യൂസിന്റെ യാത്ര തുടരുകയാണ്. ആ യാത്രയിൽ ഇന്ന് നാം എത്തിച്ചേരുന്നത് വെളിപാടിലെ 7 സഭകൾക്കുള്ള സന്ദേശത്തിൽ അവസാനത്തെ സന്ദേശം ലഭിച്ച ലവോദീക്കിയയിലെ സഭയിലേക്കാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം യാത്ര ചെയ്ത ഫിലദൽഫിയയിലെ സഭയിൽ നിന്നും 100 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറിയാണ് ലവോദീക്കിയ സ്ഥിതി ചെയ്യുന്നത്. ആധുനിക തുർക്കി നഗരമായ ഡെനിസിലി പ്രവിശ്യയിലാണ് പുരാതന നഗരമായ ലവോദീക്കിയയുടെ അവശേഷിപ്പുകൾ നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നത്. ഏഷ്യ മൈനറിലെ ഫ്രിജിയൻ താഴ്വരയിൽ ലൂക്കസ് നദിക്കരയിലാണ് ഈ നഗരത്തിന്റെ അവശേഷിപ്പുകൾ ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. ലൂക്കസ് നദീതടത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ നഗരം പ്രധാനപ്പെട്ട 3 വ്യാപാര പാതകളുടെ സംഗമ സ്ഥാനമായിരുന്നു. ചരിത്രത്തിന്റെ ഒരു ഘട്ടം വരെ ഏഷ്യ മൈനറിലെ റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും സമ്പന്നമായ വ്യാപാര കേന്ദ്രമായ ലവോദീക്കിയ ഇന്ന് തുർക്കിയിലെ പാമുക്കുലെ എന്നറിയപ്പെടുന്ന മലനിരകൾക്ക് സമീപം തകർന്നടിഞ്ഞു കിടക്കുന്ന ദാരുണമായ കാഴ്ചയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ദൃശ്യമാകുന്നത്. പരിശുദ്ധ ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള 7 സഭകളിൽ 7ാമത്തേതും കർത്താവായ ക്രിസ്തുവിൽ നിന്നും ഏറ്റവും കഠിനമായ വിമർശനം ഏറ്റുവാങ്ങിയതുമായ സഭയാണ് ലവോദീക്കിയ. ലവോദീക്കിയ എന്നാൽ ജനങ്ങളുടെ വിധി എന്നാണ് അർത്ഥം. ഇവിടുത്തെ തിയേറ്ററുകളും സ്റ്റേഡിയങ്ങളും കറുത്ത രോമത്താൽ നിർമ്മിച്ച തുണിത്തരങ്ങളും ബാങ്കിംഗ് സംവിധാനങ്ങളും നേത്ര ചികിത്സയും ലോക പ്രശസ്തമായിരുന്നു. ബാഹ്യമായ സമ്പന്നതയുടെയും പ്രൗഢിയുടെയും നടുവിൽ വളർന്ന ലവോദീക്കിയയിലെ സഭയ്ക്ക് സംഭവിച്ചത് എന്താണ്? വളരെ ഗൗരവമേറിയ മുന്നറിയിപ്പാണ് ലവോദീക്കിയയിലെ സഭ ഇന്നത്തെ സഭയ്ക്കും സമുദായത്തിനും നൽകുന്നത്. ആ മുന്നറിയിപ്പ് എന്താണ് എന്നറിയണമെങ്കിൽ ലവോദീക്കിയയിലെ ചരിത്രത്തിലേക്കും അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളിലേക്കും ഒരു എത്തിനോട്ടം അനിവാര്യമാണ്. ഭൗതികമായ ഉന്നതിയും ആത്മീയമായ മരവിപ്പും എങ്ങനെ ഒരു സഭയെ, സമൂഹത്തെ നാമാവിശേഷമാക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലവോദീക്കിയയുടെ ചരിത്രം. ആ ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. സ്വാഗതം. വെളിപാടിലെ 7 സഭകൾ, മുന്നറിയിപ്പുകളും തിരിച്ചറിവുകളും. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പൗരാണികമായിട്ടുള്ള ഒരു നഗരത്തിലാണ് ഷെക്കേന ന്യൂസ് ഇപ്പോൾ ആയിരിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ആ 7 സഭകൾ, അതിൽ 7ാമത്തെ സഭയായിട്ടുള്ള ലവോദീക്കിയ സഭ ആദിമ നൂറ്റാണ്ടുകളിൽ തഴച്ചു വളർന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ നാം ആയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ആ ലവോദീക്കിയ ആ ഒരു പ്രദേശത്തിൻ്റെ അവശേഷിപ്പുകൾ മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന 7 സഭകൾ, ആ 7 സഭകളോട് കർത്താവ് കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ 7 സഭകളിൽ കർത്താവ് ഏറ്റവും വേദനയോടെ സംസാരിച്ച ഒരു സഭയാണ് ലവോദീക്കിയ സഭ. വളരെ ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു ശൈലിയിലുള്ള വളരെ വേദന നിറഞ്ഞ വാക്കുകളാണ് കർത്താവ് ലവോദീക്കിയയിലെ സഭയോട് പറയുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് ലവോദീക്കിയയിലെ സഭയോട് നിന്നെ ഞാൻ തുപ്പിക്കളയും എന്ന ഒരു കാര്യം പറയുന്നത്? ചൂടോ തണുപ്പോ ഉള്ളവനല്ല, മന്നോഷ്ണനാണ് എന്നൊക്കെ എന്തുകൊണ്ടാണ് കർത്താവ് ലവോദീക്കിയയിലെ സഭയോട് പറയാൻ ഇടയായത്? തീർച്ചയായിട്ടും നമ്മളിവിടെ വരുമ്പോൾ ആ ചരിത്ര താളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ലവോദീക്കിയ സഭയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ സഭയ്ക്ക്, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ സഭാമക്കൾക്ക് നൽകുന്നുണ്ട്. എന്താണ് പൗരാണിക കാലഘട്ടത്തിൽ തഴച്ചു വളർന്നിരുന്ന വളരെ സമ്പന്നമായിരുന്ന ഈ ഒരു നഗരത്തിന് സംഭവിച്ചത്? നമുക്ക് തീർച്ചയായിട്ടും അന്വേഷിക്കാം. ഈ ലവോദീക്കിയയിലെ സഭ നിന്നിരുന്ന ഈ ഒരു പ്രദേശത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളറകളിലേക്ക്, ഉൾപ്രദേശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ അവശേഷിപ്പുകൾ കാണാം. അത് കണ്ടെത്തുമ്പോൾ
എന്തുകൊണ്ട് കർത്താവ് ലവദോക്കിയയിലെ സഭയോട് ഇങ്ങനെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വേദനയോടെ സംസാരിച്ചു, അതിൻ്റെ കാരണങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഈ യാത്രയിൽ ഷെക്കേന ന്യൂസിനൊപ്പം പ്രേക്ഷകരും പങ്കുചേരുക, പ്രാർത്ഥനയോടെ പങ്കുചേരുക. ഈ ഒരു പ്രദേശത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇതിൻ്റെ ഓരോ തുടുപ്പുകളും നമുക്ക് അനുഭവിച്ചറിയാം. കർത്താവ് എന്തുകൊണ്ട് ലവദോക്കിയയിലെ സഭയോട് അത് പറഞ്ഞു, ലവദോക്കിയയിലെ സഭ എന്തുകൊണ്ട് നാമാവിശേഷമായി, അതിനെപ്പറ്റി കൃത്യമായി നമുക്ക് അന്വേഷിച്ചറിയാം, മനസ്സിലാക്കാം. ചരിത്രത്തിന്റെ ഏടുകളിൽ സമ്പന്നത കൊണ്ടും ആഡംബരം കൊണ്ടും ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു പൗരാണിക നഗരത്തിന്റെ മണ്ണിലൂടെയാണ് നാം ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ആധുനിക തുർക്കിയിലെ ഡെനിസലി പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ലവോദീക്കിയ BC 3-ാം നൂറ്റാണ്ടിൽ സെലൂക്കസ് രാജാവായ അന്തിയോക്യോസ് രണ്ടാമൻ തന്റെ ഭാര്യ ലെവോദീസിന്റെ പേരിൽ സ്ഥാപിച്ച നഗരമാണ്. തന്റെ ഭാര്യ ലെവോദീസിനോടുള്ള സ്നേഹസൂചകമായി അന്തിയോക്യോസ് രണ്ടാമൻ പണി കഴിപ്പിച്ച ഈ നഗരം തങ്ങളുടെ സമ്പത്തിൽ എത്രത്തോളം അഹങ്കരിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇന്നും ഇവിടെ ചിന്നിച്ചിതറിക്കിടക്കുന്നു. ലവദോക്കിയ സഭയ്ക്ക് സംഭവിച്ചത് എന്താണ്? എന്തുകൊണ്ടാണ് കർത്താവ് വളരെ ഹൃദയ വേദനയോടുകൂടി ലവദോക്കിയ സഭയോട് സംസാരിച്ചത്? അതറിയണമെങ്കിൽ ഈ ലവദോക്കിയ സഭ, ഈ ഒരു പ്രദേശം, അതിൻ്റെ ഒരു ചരിത്രം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പൗരാണിക ആ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഹിറാപ്പോളിസ്, കൊളോസോസ് തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള ആ ഒരു വാണിജ്യ പാതയിലാണ്, വളരെ വാണിജ്യപരമായിട്ട് നോക്കുമ്പോൾ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് ഈ ലവദോക്കിയ, ഈ ഒരു പ്രദേശം, ഈ പൗരാണിക നഗരം സ്ഥിതി ചെയ്തിരുന്നത്. അതിനാൽ തന്നെ വളരെ സമ്പന്നമായി, ഭൗതിക തലത്തിൽ നോക്കുമ്പോൾ വളരെ സമ്പന്നമായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മൾ കുറേ കൂടി വർഷങ്ങൾ പിന്നിലേക്ക് പോകുമ്പോൾ സെലൂസിഡ് സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന അന്തിയോക്യോസ് രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ലവദോസിയ എന്നായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹമാണ് ഈ ഒരു പൗരാണിക നഗരത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഈ ലവദോക്കിയ, ഈ ഒരു പ്രദേശത്തിന് നൽകിയത്. പിന്നീട് അത് സംഭവിച്ചത് BC 3-ാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യഭാഗത്തോടു കൂടി തന്നെയായിരുന്നു. പിന്നീട് BC 2-ാം നൂറ്റാണ്ടിൽ സെലൂസിഡ് സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന അന്തിയോക്യോസ് മൂന്നാമൻ ബാബിലോൺ ആ ഒരു പ്രദേശത്ത് നിന്നും 2000-ഓളം യഹൂദരെ ഈ ഒരു നഗരത്തിലേക്ക് കൊണ്ടുവരികയും ഇവർക്കിവിടെ താമസസ്ഥലമൊക്കെ ഒരുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ഒരു ജൂയിഷ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ യഹൂദ പോപ്പുലേഷൻ ഈ ഒരു പൗരാണിക നഗരത്തിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നീട് BC 188 ആ ഒരു കാലഘട്ടത്തിലൊക്കെ റോമ സാമ്രാജ്യം സെലൂസിഡ് സാമ്രാജ്യത്തെ തോൽപ്പിക്കുകയും ഈ ഒരു പ്രദേശമൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീട് റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ് ഈ ഒരു ലവദോക്കിയ ഉൾപ്പെടുന്ന ഒരു പ്രദേശം പിന്നീട് വളർന്നത്. അതിനുശേഷം ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ, നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൂയിഷ് സെറ്റിൽമെൻറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിലാണ് ക്രൈസ്തവർ ഇവിടെ കുറെ കൂടി ഒരു പ്രബലമായി തീർന്നത്. എല്ലാ തരത്തിലും സമ്പന്നതയുടെ കൊടുമുടിയിൽ നിന്നിരുന്ന പട്ടണമായിരുന്നു ലവോദീക്കിയ. സ്വന്തമായി ഒരു നാണയം പോലും അടിച്ചിറക്കുവാൻ അനുവാദമുണ്ടായിരുന്ന ചുരുക്കം ചില നഗരങ്ങളിൽ ഒന്നായിരുന്നു ഇത്. AD 60-ലുണ്ടായ ഭീകരമായ ഭൂകമ്പത്തിൽ നഗരം തകർന്നു പോയപ്പോൾ റോമൻ ചക്രവർത്തി സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തപ്പോൾ, ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, ഞങ്ങൾ തന്നെ സമ്പന്നരാണ് എന്ന് പറഞ്ഞ് നിരസിക്കാൻ മാത്രം തന്റേടവും അഹങ്കാരവും ആ നഗരവാസികൾക്കുണ്ടായിരുന്നു. സ്വന്തം നിലയ്ക്ക് അവർ തങ്ങളുടെ നഗരം പുനർനിർമ്മിച്ചു. കറുത്ത തിളക്കമുള്ള ആടുകളുടെ രോമം കൊണ്ട് നിർമ്മിച്ച വസ്ത്രവ്യാപാരവും ലോകപ്രശസ്തമായ ഫ്രിജിയൻ പൗഡർ എന്ന നേത്ര ചികിത്സ മരുന്നും ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായിരുന്നു. ലവോദീക്കിയയിലെ സഭയ്ക്കുള്ള സന്ദേശത്തിൽ പരാമർശിക്കുന്ന കാഴ്ച ലഭിക്കുന്നതിനുള്ള കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക എന്ന തിരുവചനത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലം നമുക്ക് ദൃശ്യമാകുന്നത്. സമ്പന്ന നഗരമായിരുന്നത് കൊണ്ട് തന്നെ ബാങ്കിംഗ് ഇടപാടുകളുടെ കേന്ദ്രം കൂടിയായിരുന്നു ലവോദീക്കിയ. എല്ലാത്തരം കലാ കായിക വിനോദങ്ങളുടെയും സുഖഭോഗങ്ങളുടെയും ഒരു കേന്ദ്രസ്ഥാനം കൂടിയായിരുന്നു പൗരാണിക കാലഘട്ടത്തിൽ ഏഷ്യ മൈനറിൽ ലവോദീക്കിയ നഗരം. ലവോദീക്കിയ നഗരത്തിന് 2 വലിയ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു, വെസ്റ്റേൺ തിയേറ്ററും നോർത്തേൺ തിയേറ്ററും. ഒന്ന് ഗ്രീക്ക് ശൈലിയിലും മറ്റൊന്ന് റോമൻ ശൈലിയിലുമാണ് നിർമ്മിച്ചിരുന്നത്. 6000-ലധികം ആളുകൾക്ക് ഒരേ സമയം ഇരിക്കാവുന്ന ഈ ഇടങ്ങൾ നഗരത്തിന്റെ കലാ ആസ്വാദനത്തെ വിളിച്ചോതുന്നു.
ലൗദോക്കിയ ആ പൗരാണിക നഗരത്തിലെ ജനങ്ങൾ എത്രത്തോളം ഒരു ലക്ഷറീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജീവിതമാണ് നയിച്ചിരുന്നത് എന്നതിൻ്റെ വലിയൊരു ഉദാഹരണത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. നോർത്ത് തിയേറ്റർ എന്നറിയപ്പെടുന്ന വലിയൊരു തിയേറ്റർ, നമ്മൾ തിയേറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഈ കാലഘട്ടത്തിലെ സ്റ്റേഡിയത്തോട് നമുക്ക് ഉപമിക്കാം. ഏകദേശം 12,000-ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന വലിയൊരു തിയേറ്റർ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ജനങ്ങൾ കലാപരിപാടികൾ കാണുന്നു, വിനോദ പരിപാടികൾ കാണുന്നു. അങ്ങനെ ഭൗതികതയിൽ ലൗകികതയിൽ ആടി തിമിർക്കുന്ന ഒരു ജനം. ഓർക്കുക, ഓൾറെഡി ഒരു തിയേറ്റർ ഇവിടെ തന്നെയുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് വീണ്ടും ബൃഹത്തായിട്ടുള്ള വലിയൊരു തിയേറ്റർ, അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഭാഷയിൽ പറയുകയാണ് വലിയൊരു സ്റ്റേഡിയം ഇവിടെ പണിതിരിക്കുന്നത്. ആ കാലഘട്ടത്തിലൊരു നഗരത്തിൽ ഒന്നിൽ കൂടുതൽ ഇത്തരത്തിലുള്ള തിയേറ്ററുകൾ പണിയുന്നത് വളരെ അപൂർവമാണ്. എഫേസസ് പോലുള്ള വലിയ നഗരങ്ങളിലൊക്കെ ഒരു തിയേറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നിലധികം തിയേറ്ററുകൾ, അത് മാർബിളുകൾ പാകിയിട്ടുള്ള നിരവധി ജനങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന, പ്രത്യേകിച്ച് വലിയ VIP ഗാലറിയൊക്കെ ഉള്ള വലിയൊരു തിയേറ്ററാണ് ഇവിടെ പണിതിരിക്കുന്നത്. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇവിടുത്തെ ജനങ്ങൾ എത്രത്തോളം ലൗകികതയിലാണ് ജീവിച്ചിരുന്നത്, ദൈവത്തെ മറന്ന് എത്രത്തോളം ഒരു സമ്പത്തിൽ മാത്രം ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്, അഹങ്കരിച്ചിരുന്നത് എന്നതിൻ്റെ വലിയൊരു നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഈ പ്രദേശത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 285 മീറ്റർ നീളമുള്ള ഭീമാകാരമായ ഈ സ്റ്റേഡിയത്തിൽ നിന്ന് റോമൻ കായിക വിനോദങ്ങളുടെ പ്രതാപകാലം നമുക്ക് ദർശിക്കാൻ സാധിക്കും. റോമൻ ലോകത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നായിട്ടായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. ഇതിനോട് ചേർന്നുള്ള ജിംനേഷ്യം അന്നത്തെ കായിക സംസ്കാരത്തെ സൂചിപ്പിക്കുന്നതാണ്. കായിക വിനോദങ്ങൾക്കും വ്യായാമങ്ങൾക്കും അന്നത്തെ ലവോദിക്കിയയിലെ ജനങ്ങൾ നൽകിയിരുന്ന പ്രാധാന്യം ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാണ്. ഇത്രയധികം വിനോദ ഉപാധികളുള്ള ഒരു നഗരം അന്നത്തെ പൗരാണിക കാലഘട്ടത്തിൽ അപൂർവമായിരുന്നു. നഗരത്തിന്റെ ഹൃദയഭാഗത്തെ വിശാലമായ കമ്പോളങ്ങളിൽ വരിവരിയായി നിൽക്കുന്ന കൽത്തൂണുകളാൽ അലങ്കൃതമായ വീഥികളുടെ അവശിഷ്ടങ്ങൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള മാർക്കറ്റുകൾ അഥവാ അഗോരകൾ നഗരത്തിന്റെ വ്യാപാരത്തിന്റെ പ്രൗഢിയുടെ ഓർമ്മപ്പെടുത്തലാണ്. മാർബിൾ തൂണുകൾ നിരനിരയായി നിൽക്കുന്ന വീഥികൾ നഗരത്തിന്റെ കൃത്യമായ ആസൂത്രണ മികവ് വിളിച്ചോതുന്നതാണ്. ഈ നഗരത്തിന് 2 പ്രധാന വീഥികളാണുള്ളത്, സിറിയ സ്ട്രീറ്റും എഫേസു സ്ട്രീറ്റും. നഗരത്തിന്റെ വടക്ക് തെക്ക് ദിശയിലുള്ള ഈ കാണുന്ന എഫേസു സ്ട്രീറ്റ് ലവോദിക്കിയയിലെ പ്രസിദ്ധമായ കറുത്ത കമ്പിളി വസ്ത്രങ്ങളുടെയും കണ്ണെഴുതുന്ന മരുന്നിന്റെയും വ്യാപാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഈ ഉൽപ്പന്നങ്ങൾ എഫേസുസ് തുറമുഖം വഴി ലോകമെമ്പാടും കയറ്റുമതി ചെയ്തിരുന്നു. വിജാതീയ ദേവനായ അപ്പോളോയെ ആരാധിക്കുവാനായുള്ള ക്ഷേത്രം ഉൾപ്പെടെ വിവിധ വിജാതീയ ദേവി ദേവന്മാർക്കായുള്ള ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നിരവധി ജലധാരകളാൽ സമ്പന്നമായിരുന്നു ഈ നഗരം. ലവോദിക്കിയയിലെ ജലവിതരണ സംവിധാനങ്ങൾ ആ കാലഘട്ടത്തിലെ ഒരു അത്ഭുതം തന്നെയായിരുന്നു. ലവോദിക്കിയയിൽ തനതായ ജലസ്രോതസ്സുകൾ ഉണ്ടായിരുന്നില്ല. മൈലുകൾക്ക് അപ്പുറമുള്ള ഹിരാപ്പോളിസിലെ ഔഷധ ഗുണമുള്ള ചൂടുവെള്ളവും കൊളോസയിലെ തണുത്ത വെള്ളവും പൈപ്പുകൾ വഴി അക്യുഡറ്റുകൾ വഴി എത്തിക്കുമ്പോഴേക്കും അത് തിളപ്പും ഔഷധ ഗുണവും നഷ്ടപ്പെട്ട് മിതോഷ്ണ അവസ്ഥയിലാകുമായിരുന്നു. അതായത് ചൂടും തണുപ്പുമില്ലാത്ത ഒരു അവസ്ഥ. ചൂടോ തണുപ്പോ ഇല്ലാത്തവൻ എന്ന വചനത്തിന്റെ ആ കാലഘട്ടത്തിലെ സാമൂഹ്യ പശ്ചാത്തലം ഇതാണ്. ലവോദിക്കിയയിലെ ഒരു അയൽപക്ക നഗരമായിരുന്നു ഹിരാപ്പോളിസ്. ഇവിടെ പ്രശസ്തമായ ചൂട് നീരുറവകൾ ഉണ്ടായിരുന്നു. ഔഷധ ഗുണമുള്ള ഈ ചൂടുവെള്ളം രോഗശാന്തിക്ക് ഉത്തമമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട നഗരമാണ് കൊളോസെ. ഇവിടുത്തെ പർവ്വതങ്ങളിൽ നിന്നും ഒഴുകി വന്നിരുന്ന തണുത്ത വെള്ളം ദാഹം തീർക്കാൻ അത്യുത്തമമായിരുന്നു. എന്നാൽ ലവോദിക്കിയയിൽ സ്വന്തമായി ജലസ്രോതസ്സുകൾ ഇല്ലായിരുന്നു. അതിനാൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നഗരങ്ങളിൽ നിന്നും ലവോദിക്കിയയിലേക്ക് ജലം എത്തുമ്പോഴേക്കും ആ വെള്ളം കുടിക്കാൻ അരോചകരമായി തീരുമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് പറയുന്നത്, നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്നും തുപ്പിക്കളയും. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നതനുസരിച്ച് ലവോദിക്കിയ വെറുമൊരു നഗരമായിരുന്നില്ല, അതൊരു സാമ്പത്തിക സാമ്രാജ്യം തന്നെയായിരുന്നു. കറുത്ത ആട്ടിൻ രോമം കൊണ്ട് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾ വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് അവർ വൻതോതിൽ സമ്പത്ത് വാരിക്കൂട്ടി. പക്ഷേ ഈ ഭൗതികമായ ഉന്നതി വലിയൊരു ചതിക്കുഴിയായിരുന്നു. സ്റ്റേഡിയങ്ങളിലെ ആരവങ്ങളിലും തിയേറ്ററിലെ ആഘോഷങ്ങളിലും മുഴുകിയ ലവോദിക്കിയൻ സഭയ്ക്ക് തങ്ങളുടെ ആത്മീയ ജ്വാല അണഞ്ഞു പോകുന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല.
ലോകം അവരെ സമ്പന്നർ എന്ന് വിളിച്ചപ്പോൾ സ്വർഗത്തിന്റെ ദൃഷ്ടിയിൽ അവർ മന്ദത ബാധിച്ചവരായിരുന്നു. 4-ാം നൂറ്റാണ്ടിലെ ബൈസന്റൈൻ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട കൂറ്റൻ ബസിലിക്കകളുടെ അവശിഷ്ടങ്ങൾ നമുക്കിന്നിവിടെ കാണാൻ കഴിയും. അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് നേരിട്ട് ഇവിടെ എത്തിയതായി വ്യക്തമല്ലെങ്കിലും അപ്പസ്തോലനായ പൗലോസിന്റെ ശിഷ്യനായ എപ്രഫാസ് വഴിയാണ് ഇവിടെ സുവിശേഷം എത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ലവോദീക്കിയയിലെ സഭയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. പ്രദേശത്തെ ആദിമ സഭയുടെ വളർച്ചയുടെ സുപ്രധാന അവശേഷിപ്പുകൾ ഇന്നിവിടെ ദൃശ്യമാണ്. നമ്മൾ ഈ ഒരു പ്രദേശത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വലിയൊരു ദേവാലയം നമുക്കിവിടെ കാണാൻ സാധിക്കും. ചർച്ച് ഓഫ് ലവ്ദോക്കിയ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ദേവാലയം. അതൊരു എൻ്റയർ സിറ്റി ബ്ലോക്ക് തന്നെ കവർ ചെയ്യുന്ന ഒരു ദേവാലയമാണ്. 2010 അത് പുരാവസ്തു ഗവേഷകർ ഒരു ദേവാലയത്തെ കണ്ടെത്തിയത്. മാത്രമല്ല AD 300 ആ ഒരു കാലഘട്ടത്തിലൊക്കെ 363 കാലഘട്ടത്തിലൊക്കെ കൗൺസിൽ ഓഫ് ലവ്ദോക്കിയ ഈ ഒരു ദേവാലയത്തിലാണ് നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്തീയമായി നോക്കുമ്പോൾ വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു പാരമ്പര്യം ഉള്ള ഒരു പ്രദേശം തന്നെയായിരുന്നു ലവ്ദോക്കിയ. സിറിയ സ്ട്രീറ്റിന്റെ ഇരുവശങ്ങളിലുമായി പാർപ്പിടങ്ങളും ജലധാരകളും ഖനനം ചെയ്തെടുത്തിട്ടുണ്ട്. അഘോരയിൽ നിന്നും ലൈക്കസ് വാലിയിലേക്ക് നീങ്ങുന്ന വീതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നിന്നും 4-ാം നൂറ്റാണ്ടിലെ ഒരു വലിയ കത്തീഡ്രൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏഷ്യ മൈനറിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ബസിലിക്കകളിൽ ഒന്നാണ് ഇതെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് ബിഷപ്പ് യൂജീനിയസ് നിർമ്മിച്ച പ്രശസ്തമായ ബസിലിക്ക ഇതാണെന്ന് ക്രിസ്തീയ ലിഖിതങ്ങളിൽ നിന്ന് സൂചന ലഭിക്കുന്നുണ്ട്. ഈ കത്തീഡ്രലിനുള്ളിൽ നാം ഈ കാണുന്ന വിവിധ കാലഘട്ടങ്ങളിലെ മനോഹരമായ മൊസൈക്കുകൾ കാണാം. കൂടാതെ ഇവിടെ നിന്നും 2 ചാപ്പലുകളുള്ള ഒരു വീടും അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ തൂണുകൾക്കിടയിൽ നിന്ന് കുരിശും യഹൂദരുടെ ചിഹ്നമായ മെനോറയും ചേർന്ന കൗതുകകരമായ ഒരു അടയാളം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആദ്യകാല മെസ്സിയാനിക് ജൂതന്മാരുമായി ബന്ധപ്പെട്ട ചിഹ്നമാണെന്ന് കരുതപ്പെടുന്നു. ലവോദീക്കയിൽ ഇത്തരം നിരവധി ചാപ്പലുകൾ ഉണ്ടെന്നാണ് ഗവേഷകർ വിശ്വസിക്കുന്നത്. ലവ്ദോക്കിയ ഈ ഒരു പ്രദേശത്തിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ വളരെ വേദനയുണ്ട് മനസ്സിൽ. കാരണം തകർന്നു കിടക്കുന്ന നിരവധി ക്രൈസ്തവ പൈതൃകത്തിൻ്റെ അവശേഷിപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് ചർച്ച് എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തെ നോർത്ത് ചർച്ച് എന്ന് അറിയപ്പെടുന്ന തകർന്നു കിടക്കുന്ന ഒരു ദേവാലയത്തിൻ്റെ ആൽത്തറയ്ക്ക് സമീപമാണ്. AD 494 വലിയൊരു ഭൂകമ്പത്തെ തുടർന്നാണ് ഈ ഒരു ദേവാലയം ഇവിടെ പണി കഴിപ്പിക്കപ്പെട്ടത്. എന്നാൽ പിന്നീട് 7-ാം നൂറ്റാണ്ടിലുണ്ടായ മറ്റൊരു ഭൂകമ്പത്തിൽ ഈ ദേവാലയം തകർന്ന് വീഴുകയായിരുന്നു. ഇതുപോലെ ഇങ്ങനെ തകർന്നു കിടക്കുന്ന മണ്ണോട് ചേർന്ന് കിടക്കുന്ന നിരവധി ക്രൈസ്തവ പൈതൃകത്തിൻ്റെ തുടുപ്പുകളാണ് ഈ ലവ്ദോക്കിയ പൗരാണിക നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലവോദീക്കിയ നഗരത്തിന്റെ മധ്യഭാഗത്ത് നിന്നും 6 മുതൽ 7 വരെ പ്രധാനപ്പെട്ട പള്ളികളാണ് ഖനനത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. 4-ാം നൂറ്റാണ്ടോടെ ലവോദീക്കിയ ഒരു പ്രധാന ക്രിസ്തീയ നഗരമായി മാറി എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇവ. തുടക്കകാലം മുതൽ തന്നെ ഇവിടെ അടിയുറച്ച ക്രൈസ്തവ വിശ്വാസികൾ ഉണ്ടായിരുന്നുവെങ്കിലും നഗരത്തിന്റെ അമിതമായ സമ്പത്ത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഭൗതിക സുഖ സൗകര്യങ്ങളിൽ ആകൃഷ്ടരായ പല വിശ്വാസികളും തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന അവസ്ഥ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും വിശ്വാസത്തിനു വേണ്ടി ധീര നിലപാടെടുത്ത പല വിശ്വാസ വീരന്മാരും ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. 2-ാം നൂറ്റാണ്ടിൽ ലവോദീക്കയിലെ ആർട്ടമോൻ എന്ന പേരുള്ള ക്രൈസ്തവ വിശ്വാസി തന്റെ വിശ്വാസത്തിനു വേണ്ടി ധീരമായി നിലകൊണ്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. റോമൻ ചക്രവർത്തിമാരുടെയും ഭരണകൂടത്തിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി വിശ്വാസം ഉപേക്ഷിച്ച പാട്രീഷ്യസ് എന്ന ഉദ്യോഗസ്ഥൻ വിഗ്രഹാരാധന നടത്താൻ ആർട്ടമോനെ നിർബന്ധിച്ചു. എന്നാൽ മരണം വരെയും വിശ്വാസം കൈവിടാൻ ആർട്ടമോൻ തയ്യാറായില്ല. അദ്ദേഹം ഒരു രക്തസാക്ഷിയായി ഇന്നും സ്മരിക്കപ്പെടുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് യുജീനിയസ് ലവോദീക്കയിലെ ബിഷപ്പായി ചുമതല ഏറ്റെടുത്തിരുന്നു. മുൻപ് ഒരു സൈനികനായിരുന്ന അദ്ദേഹം ക്രൂരമായ പീഡനങ്ങളെ അതിജീവിച്ചാണ് ലവോദീക്കയിൽ എത്തിച്ചേർന്നത്. മനോഹരമായ ചുവർ ചിത്രങ്ങളും തടിയിലുള്ള കൊത്തുപണികളും നിറഞ്ഞ നഗരത്തിലെ പ്രശസ്തമായ നേരത്തെ സൂചിപ്പിച്ച ദേവാലയം നിർമ്മിച്ചത് ഇദ്ദേഹമാണെന്ന് കരുതപ്പെടുന്നു. 4-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ലവോദീക്കയിൽ വെച്ച് നടന്ന സഭാ സമ്മേളനങ്ങൾ ചരിത്ര പ്രാധാന്യമേറിയതാണ്. AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിന് മുന്നോടിയായി നടന്ന ഈ സമ്മേളനങ്ങളിൽ ബിഷപ്പുമാരുടെ നിയമനം ഉൾപ്പെടെയുള്ള സഭാകാര്യങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഏഷ്യ മൈനറിലെ ഫ്രീജിയൻ മേഖലയിൽ ഹിരാപോളിസിനും
കൊളോസ്യയ്ക്കും മധ്യേ സ്ഥിതി ചെയ്തിരുന്ന ലവോദീക്കിയ റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിൽ ഒന്നായിരുന്നുവെന്ന് മുൻപ് സൂചിപ്പിച്ചിരുന്നുവല്ലോ. എന്നാൽ ഇന്ന് ചരിത്രകാരന്മാർക്കും പുരാവസ്തു ഗവേഷകർക്കും മുന്നിൽ ഈ നഗരം വലിയൊരു പാഠപുസ്തകമാണ്. ഇവിടുത്തെ സഭയുടെയും നഗരത്തിന്റെയും പതനത്തിന് പിന്നിലെ ചരിത്രപരവും ആത്മീയവുമായ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ലവോദീക്കിയയുടെ കഥ സങ്കീർണമാണ്. ലവോദീക്കിയയുടെ പതനം ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. അത് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന രാഷ്ട്രീയവും ഭൗമശാസ്ത്രവും ആത്മീയവുമായ അപജയങ്ങളുടെ ഫലമായിരുന്നു. AD 17 പിന്നീട് AD 60 ഉണ്ടായ അതിശക്തമായ ഭൂകമ്പങ്ങൾ ഈ നഗരത്തിന്റെ അടിത്തറ ഇളക്കി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ AD 60 ഭൂകമ്പത്തിന് ശേഷം റോമൻ സെനറ്റ് നൽകിയ പുനരുദ്ധാരണ സഹായം ലവോദീക്കിയക്കാർ നിരസിച്ചു. അവരുടെ അതിരുകടന്ന ആത്മവിശ്വാസം ഞങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ നിലനിൽക്കാമെന്ന ചിന്താഗതിയിലേക്ക് അവരെ നയിച്ചു. ഈ ഭൗതികമായ അഹങ്കാരം അവിടുത്തെ സഭയുടെ ആത്മീയതയും സാരമായി തന്നെ ബാധിച്ചു. ലവോദീക്കിയയുടെ നിലനിൽപ്പ് കിലോമീറ്ററുകൾ ദൂരെയുള്ള ടെറാക്കോട്ട പൈപ്പുകളെ ആശ്രയിച്ചായിരുന്നു നിലനിന്നിരുന്നത്. ബൈസന്റൈൻ സെൽജുക് യുദ്ധകാലത്ത് ഈ പൈപ്പുകൾ തകർക്കപ്പെട്ടത് നഗരത്തിലെ ജനജീവിതം ദുസ്സഹമാക്കി. ജലമില്ലാതെ നഗരത്തിന് നിലനിൽപ്പില്ലെന്ന് വന്നതോടെ ജനങ്ങൾ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് താമസം മാറി. 11ാം നൂറ്റാണ്ടിൽ സെൽജുക് തുർക്കികൾ പ്രദേശം കീഴടക്കിയതോടെ ലവോദീക്കിയയുടെ വ്യാപാര പ്രാധാന്യവും നശിച്ചു. പിന്നീട് നടന്ന പല പടയോട്ടങ്ങളിലും നഗരം പലതവണ കൊള്ളയടിക്കപ്പെട്ടു. 13ാം നൂറ്റാണ്ടോടെ ലവോദീക്കിയ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട ഒരു നഗരമായി മാറി. ലവോദീക്കിയയുടെ ഭൗതികമായ തകർച്ചയ്ക്ക് പിന്നിൽ അവിടെ നിലനിന്നിരുന്ന ആത്മീയ അപജയങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ഇത്രയധികം ആഡംബരമുണ്ടായിരുന്ന മറ്റൊരു സഭയും ഏഷ്യ മൈനറിൽ നിലനിന്നിരുന്നില്ല. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ ഈ സഭയ്ക്ക് ലഭിച്ച കത്ത് മറ്റ് സഭകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. മറ്റ് സഭകളെ പ്രശംസിക്കുവാൻ കർത്താവിന് എന്തെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ലവോദീക്യൻ സഭയ്ക്ക് ലഭിച്ചത് കടുത്ത ശാസന മാത്രമായിരുന്നു. ലവോദീക്യൻ സഭയുടെ പതനത്തെക്കുറിച്ച് പരിശുദ്ധ ബൈബിൾ നൽകുന്ന സൂചനകൾ അന്നത്തെ സാമൂഹിക പശ്ചാത്തലവുമായി ഇഴചേർന്ന് നിൽക്കുന്നു. ലവോദീക്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി മുൻപ് സൂചിപ്പിച്ചതുപോലെ വെള്ളമായിരുന്നു. സ്വന്തമായി ഒരു ജലസ്രോതസ് ഈ നഗരത്തിന് ഇല്ലായിരുന്നു. കിലോമീറ്ററുകൾ അകലെയുള്ള ഹിരാപോളിസിലെ ഔഷധ ഗുണമുള്ള ചൂട് നീരുറവകളിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. മണ്ണിടിഞ്ഞു കിടക്കുന്ന ഈ പഴയ പൈപ്പുകളിലൂടെ അന്നത്തെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നമുക്ക് ദൃശ്യമാണ്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഹിരാപോളിസിൽ നിന്നും തിളച്ചു മറിയുന്ന ചൂടോടെ പുറപ്പെടുന്ന വെള്ളം 8 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് ലവോദീക്കിയയിൽ എത്തുമ്പോഴേക്കും അതിന്റെ ചൂട് നഷ്ടപ്പെട്ട് വെറും മിതോഷ്ണമായി മാറുമായിരുന്നു. ഈ വെള്ളത്തിന് ഹിരാപോളിസിലെ വെള്ളത്തെ പോലെ ഔഷധ ഗുണമില്ല. കൊളോസ്യയിലെ വെള്ളത്തെ പോലെ ദാഹം തീർക്കാനുമുള്ള തണുപ്പുമില്ല. കുടിക്കുമ്പോൾ ഒരു വിമിഷ്ടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള അരോചകരമായ വെള്ളം. ഈ ഭൗതികമായ അവസ്ഥയാണ് കർത്താവ് സഭയുടെ ആത്മീയതയുമായി ബന്ധിപ്പിക്കുന്നത്. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല, തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്നും തുപ്പിക്കളയും എന്ന് കർത്താവ് പറയുമ്പോൾ ലവോദീക്കിയക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. കാരണം ദിവസവും അവർ കുടിച്ചിരുന്ന വെള്ളം പോലെ തന്നെ പ്രയോജനശൂന്യമായിരുന്നു അവരുടെ ആത്മീയ ജീവിതം. ലവോദീക്കിയയിലെ മിതോഷ്ണ അവസ്ഥ കേവലം വെള്ളത്തിന്റെ താപനിലയെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. അസീഡിയ എന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ അനുഭവപ്പെടുന്ന വിരക്തിയാണ്. സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ദൈവാശ്രയ ബോധം നഷ്ടപ്പെട്ട വിശ്വാസികൾ വിശ്വാസപരമായ അനുഷ്ഠാനങ്ങൾ ഒരു ചടങ്ങായി മാത്രം കൊണ്ടു നടന്നു. റോമൻ ചക്രവർത്തിമാരെ ദൈവമായി ആരാധിച്ചിരുന്ന ഒരു ഇമ്പീരിയൽ കൾട്ട് നഗരം കൂടിയായിരുന്നു ലവോദീക്കിയ. അവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ പലപ്പോഴും പേഗൻ ആചാരങ്ങളുമായി സഹകരിക്കേണ്ടി വരുമായിരുന്നു. ലവോദീക്കിയയിലെ ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസത്തെ ലൗകിക ലാഭങ്ങൾക്കായി നേട്ടങ്ങൾക്കായി വിട്ടുവീഴ്ച ചെയ്തു. പീഡനങ്ങളെ ഭയന്നല്ല, മറിച്ച് സാമ്പത്തിക നഷ്ടത്തെ ഭയന്നാണ് അവർ സത്യവിശ്വാസത്തിൽ നിന്നും അകന്നത്. ഞാൻ സമ്പന്നനാണ്, എനിക്കൊന്നിനും കുറവില്ല എന്ന ചിന്ത ലവോദീക്യൻ സഭയെ ദൈവ ആശ്രയത്വത്തിൽ നിന്ന് അകറ്റി. എല്ലാ സൗകര്യങ്ങളും സ്വന്തമായുള്ള ഒരാൾക്ക് ദൈവത്തെ എന്തിനാണ് എന്നതായിരുന്നു അന്നത്തെ ലവോദീക്യൻ ക്രിസ്ത്യാനിയുടെ മനോഭാവം. ആത്മീയതയേക്കാൾ അവർ തങ്ങളുടെ ബാങ്ക് ബാലൻസിലും ആഡംബര വസ്ത്രങ്ങളിലും വിശ്വസിച്ചു. ചരിത്രപരമായി ഈ നഗരം എത്രത്തോളം ഉയരത്തിലായിരുന്നുവോ ആത്മീയമായി അത്രത്തോളം ആഴത്തിലായിരുന്നു അവരുടെ വീഴ്ച.
കർത്താവിലാണ് നാം ആശ്രയിക്കേണ്ടത്, അല്ലാണ്ട് കർത്താവ് തന്ന സമ്പത്തിലല്ല നാം ആശ്രയിക്കേണ്ടത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ലവദോക്കിയ സഭ. നമ്മൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആ ഒരു വലിയ വലിയ സ്തൂപങ്ങളും സ്തംഭങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ കെട്ടിടങ്ങളുടെയൊക്കെ ഒരു അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്നിവിടെ അവശേഷിക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ചർച്ച് ഓഫ് ലവദോക്കിയ, അതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു വേദന തോന്നുന്നുണ്ട്, ഒരു വിങ്ങൽ തോന്നുന്നുണ്ട്. കൗൺസിൽ ഓഫ് ലവദോക്കിയൊക്കെ നടന്ന ആ ഒരു ചർച്ച് എന്നൊക്കെ പറയുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഇന്നിവിടെ അവശേഷിക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇവിടുത്തെ സഭയിൽ സംഭവിച്ച വലിയൊരു അപജയം തന്നെയാണ്. അതിനാൽ തന്നെ ഇത് വലിയൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ സഭാമക്കൾക്ക്, നമ്മൾ ഈ ലവദോക്കിയയുടെ മണ്ണിലായിരിക്കുമ്പോൾ സഭാമക്കൾക്ക് സ്വർഗം നൽകുന്നത് കർത്താവ് നൽകുന്നത്. ദൈവഹിതത്തേക്കാൾ മാനുഷിക ചിന്തകൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ സഭയുടെ വിശുദ്ധിയും സംരക്ഷണ വേലിയും നഷ്ടമായി. വെളിപാട് 3:18 ഇപ്രകാരം പറയുന്നു: നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. ലവോദീക്കയിലെ കറുത്ത കമ്പിളി വസ്ത്രങ്ങളും കർത്താവ് ആവശ്യപ്പെടുന്ന വെള്ള വസ്ത്രവും തമ്മിലുള്ള വൈരുദ്ധ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ പാഠമാണ് നമുക്ക് നൽകുന്നത്. ലവോദീക്കയിലെ ആടുകളിൽ നിന്ന് ലഭിക്കുന്ന ഈ തിളക്കമുള്ള കറുത്ത കമ്പിളി ലോക പ്രശസ്തമായിരുന്നു. സമ്പന്നതയുടെയും ആഡംബരത്തിന്റെയും പ്രതീകമായിട്ടാണ് ഈ കറുത്ത വസ്ത്രങ്ങൾ കണക്കാക്കപ്പെട്ടിരുന്നത്. ഇത് അവരുടെ ലൗകികമായ നേട്ടങ്ങളെയും അഹങ്കാരത്തെയും സൂചിപ്പിക്കുന്നതാണ്. ബൈബിളിൽ വെള്ളവസ്ത്രം എപ്പോഴും പരിശുദ്ധിയുടെയും നീതിയുടെയും പ്രതീകമാണ്. കർത്താവ് അവരോട് വെള്ളവസ്ത്രം വാങ്ങാൻ ആവശ്യപ്പെടുമ്പോൾ ലൗകികമായ ആഡംബരത്തെക്കാൾ ഉപരിയായി ആത്മീയമായ വിശുദ്ധി നേടാനാണ് കർത്താവ് ആഹ്വാനം ചെയ്യുന്നത്. ലവോദീക്കക്കാർ തങ്ങളുടെ കറുത്ത വസ്ത്രങ്ങളിൽ അഭിമാനിച്ചിരുന്നപ്പോൾ കർത്താവിന്റെ ദൃഷ്ടിയിൽ അവർ നഗ്നരായിരുന്നു. ഈ നഗ്നത മറയ്ക്കാൻ ലോകത്തിന് നൽകാൻ കഴിയാത്ത ആത്മീയമായ നീതിയുടെ വസ്ത്രം ആവശ്യമാണെന്ന് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലന്റെ കാലത്ത് ഏഷ്യ മൈനറിലെ ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം കൂടിയായിരുന്നു ലവോദീക്കിയ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലവോദീക്കിയയിലെ ഫ്രിജിയൻ പൗഡർ എന്ന മരുന്ന് ആ കാലഘട്ടത്തിൽ ഏഷ്യ മൈനറിൽ മുഴുവൻ പ്രസിദ്ധമായിരുന്നു. നേത്രരോഗങ്ങൾ ഭേദമാക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ലവോദീക്കിയയിലെ ഈ മരുന്ന് തേടി എത്തിയിരുന്നു. തങ്ങൾ ലോകത്തിന് മുഴുവൻ കാഴ്ച നൽകുന്നവരാണെന്ന് ലവോദീക്കക്കാർ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പശ്ചാത്തലത്തിലാണ് കർത്താവ് അവരോട് പറയുന്നത്: നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക, കാഴ്ച ലഭിക്കുന്നതിനുള്ള കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക എന്ന്. ഇവിടെയുള്ള ആത്മീയ പാഠം രണ്ടാണ്. ലോകപ്രശസ്തമായ മരുന്ന് കയ്യിലുണ്ടായിട്ടും തങ്ങളുടെ നഗരത്തിന് ചുറ്റും നടക്കുന്ന ആത്മീയമായ തകർച്ച അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ഭൗതികമായ നേട്ടങ്ങളിൽ അന്ധരായിരുന്ന അവർക്ക് തങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതിനായി ക്രിസ്തു നൽകുന്ന ആത്മീയ ലേപനം തന്നെ അവർക്ക് വേണമായിരുന്നു. ജിംനേഷ്യവും സമീപത്തെ സ്നാനഘട്ടങ്ങളും അന്നത്തെ ശാരീരിക ആരോഗ്യത്തിന്റെ പ്രതീകങ്ങളായിരുന്നു. ലവോദീക്യൻ സഭ അവരുടെ ഭൗതികമായ കാഴ്ചയിൽ അഭിമാനിച്ചു, പക്ഷേ അവരുടെ ആത്മീയ ദൃഷ്ടി മങ്ങിപ്പോയിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവർക്കൊരു ഉപദേശം നൽകുന്നത്: നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ അഞ്ജനം എന്നോട് വാങ്ങുവാൻ ഞാൻ നിന്നോട് ഉപദേശിക്കുന്നുവെന്ന്. ഈ മഹാനഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്ന് നമ്മോട് ചോദിക്കുന്നത് ഇതാണ്: നമ്മുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നത് ലൗകിക നേട്ടങ്ങളിലേക്ക് മാത്രമാണോ അതോ ദൈവത്തിങ്കിലേക്കാണോ? ബാങ്കിംഗ് കേന്ദ്രമായ ലവോദീക്കയോട് കർത്താവ് ആവശ്യപ്പെടുന്നത് തീയിൽ ശുദ്ധി വരുത്തിയ സ്വർണം വാങ്ങാനാണ്. അതായത് ലോകത്തിന്റെ സമ്പത്തല്ല, ദൈവത്തിലുള്ള പതറാത്ത വിശ്വാസം. ലവോദീക്കയിലെ സഭയോടുള്ള സന്ദേശത്തിന്റെ അവസാനം വളരെ ഹൃദയസ്പർശിയാണ്: ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. നഗരത്തിന്റെ കവാടങ്ങൾ ശത്രുക്കൾക്കായി അടച്ചിട്ടിരുന്ന ലവോദീക്കയോട് അവരുടെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. സഭയ്ക്കുള്ളിലെ ആഘോഷങ്ങൾക്കിടയിൽ യേശു പുറത്തു നിൽക്കുന്ന ഒരു വിരോധാഭാസമായ സാഹചര്യമായിരുന്നു ലവോദീക്കയിൽ അന്ന് നിലനിന്നിരുന്നത്. ചരിത്രം ഇവിടെ നിശബ്ദമാണ്. ഒരു കാലഘട്ടത്തിൽ ഏഷ്യ മൈനറിലെ ഏറ്റവും തിരക്കേറിയ കമ്പോളങ്ങളും ആരവം മുഴങ്ങുന്ന സ്റ്റേഡിയങ്ങളും ആഡംബര വസ്ത്രങ്ങളും ധരിച്ച ധനികരും നിറഞ്ഞ ഈ മണ്ണ് ഇന്ന് വെറും കൽക്കൂമ്പാരമായി മാറിയിരിക്കുന്നു. AD 60 ഭൂകമ്പത്തെ അതിജീവിച്ച ലവോദീക്കയ്ക്ക് പക്ഷേ അവരുടെ ആത്മീയമായ തകർച്ചയും പിന്നീട് വന്ന യുദ്ധങ്ങളെയും അതിജീവിക്കാൻ കഴിഞ്ഞില്ല. 8-ാം നൂറ്റാണ്ടിലെ അറബ് അധിനിവേശങ്ങളും തുടർച്ചയായി ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളും ഈ നഗരത്തെ പാടെ തകർത്തു. ജലവിതരണ സംവിധാനം നിലച്ചതോടെ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ ഈ പ്രദേശം ഉപേക്ഷിച്ചു പോയി. ഇന്ന് ഈ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഭൗതികമായ സമ്പാദ്യങ്ങൾക്കോ കെട്ടിടങ്ങൾക്കോ നമ്മെ എന്നേക്കും സംരക്ഷിക്കാനാവില്ല. ലവോദീക്കയിലെ സഭയ്ക്ക് ലഭിച്ച
ഈ സന്ദേശം ഇന്നും 2000 വർഷങ്ങൾക്ക് ഇപ്പുറവും പ്രസക്തമാണ്. നമ്മൾ സമ്പന്നരാണ് എന്ന് കരുതുമ്പോഴും ആത്മീയമായി നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന വലിയ ചോദ്യം അത് ഉയർത്തുന്നു. ലവോദീക്കയുടെ ഈ വിജനമായ വീഥികൾ നമ്മോട് പറയുന്നത് ഒന്നു മാത്രം: ദൈവത്തോടുള്ള സ്നേഹത്തിൽ മിതോഷ്ണരാകാതെ തീക്ഷ്ണതയുള്ളവരായിരിക്കുക. തുടക്കത്തിൽ ആത്മീയ തീക്ഷ്ണതയുണ്ടായിരുന്ന ഈ സഭ നഗരത്തിന്റെ സമ്പന്നതയിലേക്ക് ലയിച്ചു ചേർന്നതോടെ പതുക്കെ അവരുടെ ആത്മീയ ജീവിതം മന്ദീഭവിക്കുവാൻ തുടങ്ങി. ലവോദീക്കയിലെ സഭയ്ക്ക് പുറത്തു നിന്നുള്ള പീഡനങ്ങളെക്കാൾ ഭീഷണി ഉയർത്തിയത് ഉള്ളിൽ നിന്നുള്ള സുഖലോലുപതയായിരുന്നു. സഭയിലെ അംഗങ്ങൾ ഒരേ സമയം ക്രിസ്ത്യാനികളായും നഗരത്തിന്റെ ആഡംബര ജീവിതത്തിന്റെ ഭാഗമായും ജീവിക്കുവാൻ ശ്രമിച്ചു. ഇതവരെ ആത്മീയമായി മരവിപ്പിച്ചു. ലവോദീക്കയുടെ ചരിത്രം നഗരങ്ങളുടെയും സഭകളുടെയും ഉത്ഥാന പതനങ്ങളുടെ ഒരു ചരിത്രം കൂടിയാണ്. ഭൗതികമായ കെട്ടുറപ്പിനേക്കാൾ ആത്മീയമായ ജാഗ്രതയാണ് ഒരു വിശ്വാസ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആധാരമെന്ന് ലവോദീക്കയുടെ ഈ കാണുന്ന അവശിഷ്ടങ്ങൾ ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന ആഹ്വാനം ഇന്നും ഓരോ വിശ്വാസിക്കും ബാധകമാണ്. ഹൃദയ വാതിൽക്കൽ മുട്ടുന്ന ക്രിസ്തുവിനെ അകത്തേക്ക് സ്വീകരിക്കാത്ത ഏതൊരു സമൂഹവും ലവോദീക്കയിലെ സഭയെ പോലെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് മറഞ്ഞു പോകും. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ AD 7-ാം നൂറ്റാണ്ടിലെ അറബ് അധിനിവേശങ്ങളും തുടർച്ചയായ ഭൂകമ്പങ്ങളും ഈ മഹാനഗരത്തിന്റെ അന്ത്യം കുറിച്ചു. ഒരു കാലഘട്ടത്തിൽ ബാങ്കുകളുടെയും വ്യാപാരത്തിന്റെയും ഉച്ചകോടിയിൽ നിന്ന ലവോദീക്കിയ ഇന്ന് വെറും ഒരു ശവപ്പറമ്പാണ്. ലവോദീക്കിയ എന്ന പേരിന്റെ അർത്ഥം പോലെ തന്നെ ജനങ്ങളുടെ വിധി ഇവിടെ നടപ്പിലാക്കപ്പെട്ടു. അമിതമായ സമ്പത്ത് ഈ സഭയെ ഭൗതികവാദത്തിലേക്ക് നയിച്ചു. ചുറ്റുമുള്ള പേഗൻ ആചാരങ്ങളോടും റോമൻ സംസ്കാരത്തോടും സഭ ഇണങ്ങിപ്പോയി. ഹിരാപ്പോളിസിലെ ഔഷധ ഗുണമുള്ള ചൂടുവെള്ളവും കൊളോസയിലെ ശുദ്ധമായ തണുത്ത വെള്ളവും പോലെ പ്രയോജനപ്പെടാതെ ലവോദീക്കയിലെ സഭ ഉപയോഗശൂന്യമായി മാറി. തങ്ങൾ സമ്പന്നരാണെന്ന് അവർ കരുതി. എന്നാൽ കർത്താവിന്റെ ദൃഷ്ടിയിൽ അവർ ദരിദ്രരും അന്ധരും നഗ്നരുമായിരുന്നു. ലവോദീക്കയിലെ സഭ ഇന്ന് നിലവിലില്ല. പക്ഷേ ആ സഭയ്ക്ക് ലഭിച്ച സന്ദേശം ഇന്ന് ലോകമെമ്പാടും ക്രിസ്തീയ സമൂഹങ്ങൾക്ക് മുമ്പിൽ തന്നെയുണ്ട്. ഭൗതികമായ സമ്പന്നത ദൈവത്തോടുള്ള ദാഹം കുറയ്ക്കുന്നുണ്ടോ? സൗകര്യങ്ങളുടെ നടുവിൽ നമ്മൾ ആത്മീയമായി ഉറങ്ങിപ്പോകുന്നുണ്ടോ? ലവോദീക്കയിലെ തകർന്നടിഞ്ഞ ഈ തൂണുകൾ നമ്മെ വലിയൊരു സത്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്: ദൈവമില്ലാത്ത സമ്പന്നത വെറും മണ്ണടിയുന്ന ഒന്നാണ്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നവനായി ഇന്നും അവൻ നമ്മുടെ ഹൃദയവാതിലുകളിൽ, സഭയുടെ വാതിലുകളിൽ, സമുദായത്തിന്റെ വാതിലുകളിൽ നിൽക്കുന്നു. ഹൃദയം തുറന്നാൽ അവൻ അകത്ത് വരും, നമ്മോടുകൂടെ വസിക്കും. ലവോദീക്കയുടെ ഈ ചരിത്ര ഭൂമിയിൽ നിന്നും നാം മടങ്ങുമ്പോൾ ഈ പാഠം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. മിതോഷ്ണമായ ആത്മീയതയല്ല, ജ്വലിക്കുന്ന വിശ്വാസമാണ് നമ്മെ നിത്യതയിലേക്ക് നയിക്കുന്നത്. ലവോദീക്കിയ നമുക്കൊരു പാഠമാണ്: വിശ്വാസത്തിൽ ജാഗ്രതയുള്ളവരാകാൻ, ചൂടുള്ളവരാകാൻ. തുർക്കിയുടെ ഈ മണ്ണിൽ നിന്നും നമ്മൾ മടങ്ങുമ്പോൾ ലവോദീക്കിയ നൽകുന്ന സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. പുറത്ത് തിളങ്ങുന്ന നഗരങ്ങളെക്കാൾ ഉള്ളിൽ ജ്വലിക്കുന്ന വിശ്വാസത്തിനാണ് നിത്യതയിൽ പ്രാധാന്യമുള്ളത്. ലവോദീക്കയിലെ കൽത്തൂണുകൾ ഇന്നും സാക്ഷ്യം പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ഒരു മഹത്വത്തെക്കുറിച്ചാണ്. കച്ചവടവും സമ്പത്തും നഗരങ്ങളെ വളർത്തുമെങ്കിലും ആത്മീയമായ ഉണർവ് അവിടെ ഇല്ലെങ്കിൽ ഏതൊരു നഗരവും വെറും അവശിഷ്ടങ്ങളായി മാറും. ലവോദീക്കയിലെ സഭയുടെ ചരിത്രം ഇന്നത്തെ ആധുനിക സഭയ്ക്ക് ഒരു വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. 21-ാം നൂറ്റാണ്ടിലെ സഭകൾ നേരിടുന്ന പല വെല്ലുവിളികളും ലവോദീക്കയുടേതിന് സമാനമാണ്. സാമ്പത്തിക ഭദ്രതയും അത്യാധുനിക സൗകര്യങ്ങളും സഭകളിൽ വർദ്ധിക്കുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയത്വം കുറയുന്ന അവസ്ഥ. ലോകത്തിന്റെ മൂല്യങ്ങളോടും സംസ്കാരത്തോടും ഇണങ്ങിപ്പോകാൻ നടത്തുന്ന ശ്രമങ്ങൾ വിശ്വാസത്തിന്റെ തനിമ നഷ്ടപ്പെടുത്തുന്നു. ദൈവത്തിന്റെ സഹായമില്ലാതെ തന്നെ സഭയും സ്ഥാപനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ചിന്ത ആത്മീയമായ നാശത്തിന് വഴിവെക്കുന്നു. ലവോദീക്കയുടെ നാശം കേവലം പ്രകൃതിക്ഷോഭം മൂലമുണ്ടായ ഒന്നല്ല, മറിച്ച് ആത്മീയമായ ശോഷണത്തിന്റെയും ഭൗതികമായ അമിത ആത്മവിശ്വാസത്തിന്റെയും പരിണിത ഫലമായിരുന്നു. ലവോദീക്കയുടെ തകർച്ച വെറും ഒരു ചരിത്രമല്ല, മറിച്ച് വിശ്വാസികൾക്ക് അത് വലിയൊരു മുന്നറിയിപ്പാണ്. ഭൗതികമായ ഉന്നതി ആത്മീയമായ വളർച്ചയ്ക്ക് തടസ്സമാകരുത്. കർത്താവ് അവരെ സ്നേഹിച്ചതുകൊണ്ടാണ് ആ സഭയെ തിരുത്താൻ ശ്രമിച്ചത്. ഞാൻ സ്നേഹിക്കുന്നവരെയെല്ലാം ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവരായിരിക്കുക, പശ്ചാത്തപിക്കുക. ഈ ആഹ്വാനം സഭയുടെ വിശുദ്ധീകരണത്തിന് എല്ലാ കാലഘട്ടത്തിലും അനിവാര്യമാണ്. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുമ്പോഴും ക്രിസ്തുവിനെ സഭയ്ക്ക് പുറത്തു നിർത്തുന്ന അവസ്ഥ സംജാതമാകാം.
വാതിൽക്കൽ നിന്ന് മുട്ടുന്ന കർത്താവിന് ഹൃദയം തുറന്നു കൊടുക്കുക എന്നതാണ് ആത്മീയ പുനരുദ്ധാരണത്തിനുള്ള ഏക വഴി. ലവോദീക്കയിലെ നശിപ്പിക്കപ്പെട്ട ആരാധനാലയങ്ങളും തകർന്നടിയപ്പെട്ട കൽത്തൂണുകളും നമ്മോട് വിളിച്ചു പറയുന്നത് ഒന്നു മാത്രം: ഭൗതികമായ അടിത്തറയ്ക്ക് മേലല്ല, മറിച്ച് ക്രിസ്തുവാകുന്ന പാറമേലാണ് സഭ പണിയപ്പെടേണ്ടത്. ആത്മീയ തീക്ഷ്ണത നഷ്ടപ്പെട്ടാൽ ഏതൊരു പ്രബല സഭയും കാല യവനികയ്ക്കുള്ളിൽ മറയും എന്ന സത്യത്തിന് ലവോദീക്കിയ ഒരു നിത്യസാക്ഷിയാണ്. വളരെ ഗൗരവമേറിയ വിമർശനങ്ങൾ കർത്താവ് ആ സഭയ്ക്ക് നൽകുന്നുണ്ടെങ്കിലും വിജയം വരിക്കുന്നവർക്ക് മറ്റ് സഭകൾക്ക് നൽകാത്ത രീതിയിലുള്ള പ്രത്യേക വാഗ്ദാനവും പ്രതിഫലവും കർത്താവ് നൽകുന്നുണ്ട്. വിജയം വരിക്കുന്നവരെ ഞാൻ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നാണ് കർത്താവ് അരുൾ ചെയ്യുന്നത്. അതിനാൽ ലവോദീക്കയിലെ സഭയ്ക്ക് സംഭവിച്ച വീഴ്ച നമുക്കും സംഭവിക്കാതിരിക്കട്ടെ. സമ്പത്തിൽ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിക്കാം. ഭൗതികതയിൽ ശരണം വെക്കാതെ കർത്താവിൽ ശരണം വെക്കാം. ആത്മീയ ജീവിതത്തിൽ മന്ദോഷ്ണരാകാതെ തീക്ഷ്ണതയുള്ളവരായി കർത്താവിന് ഹൃദയവാതിലുകൾ തുറന്ന് വിജയം വരിച്ച് കർത്താവിനൊപ്പം അവന്റെ സിംഹാസനത്തിൽ ഇരിക്കാം. ആദിമ ക്രൈസ്തവ സഭയുടെ ഈറ്റില്ലമായ തുർക്കിയുടെ മണ്ണിലൂടെയുള്ള വെളിപാടിലെ 7 സഭകളിലൂടെയുള്ള ഷെക്കേന ന്യൂസിന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ 7 സഭകൾ നമുക്ക് ഒരേ സമയം മുന്നറിയിപ്പും ആത്മീയ ഉത്തേജനവും പകർന്ന് നൽകട്ടെ. ആ സഭകൾക്കുണ്ടായ തകർച്ച നമുക്ക് വലിയൊരു മുന്നറിയിപ്പായി മാറട്ടെ. ആ സഭകൾക്ക് കർത്താവ് നൽകിയ പ്രശംസ വലിയ ആത്മീയ ഉത്തേജനം നമുക്ക് പകർന്നു നൽകട്ടെ. വിജയം വരിക്കുന്നവർക്കായി ആ സഭകൾക്കുള്ള സന്ദേശത്തിൽ കർത്താവ് പരാമർശിച്ചിരിക്കുന്ന, കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ വലിയൊരു ആത്മീയ ആവേശം നമുക്ക് പകർന്നു നൽകട്ടെ. ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ആത്മീയ അപജയങ്ങൾ മൂലം ആ സഭകൾക്ക് സംഭവിച്ച വീഴ്ചകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, സഭയിൽ, സമുദായത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ. അതിനാൽ ചരിത്രത്തിൽ നിന്നും പാഠം നമുക്ക് ഉൾക്കൊള്ളാം. ഏത് പ്രതികൂല സാഹചര്യത്തിലും, എത്ര വലിയ പ്രതിസന്ധിയിലും വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ വിശുദ്ധിയും വേർപാടും പാലിച്ചുകൊണ്ട് കർത്താവിനോടൊപ്പം ഉറച്ച് നിന്നുകൊണ്ട് ഒടുവിൽ വിജയം വരിച്ച് അവനോടൊപ്പം നിത്യതയിൽ വാഴാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും